നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നേരത്തെ തന്നെ അറിയാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മെയ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം മെയ് 25 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. 63 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കായി 1000 കോടിയിലധികം രൂപയാണ് സർക്കാർ വിതരണം ചെയ്യുന്നത്. തുക അനുവദിച്ചാലും DBT സംവിധാനം വഴിയും സഹകരണ സംഘങ്ങൾ വഴിയും വിതരണം ചെയ്യുമ്പോൾ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ കാരണം 1-2 ദിവസത്തെ താമസം ഉണ്ടായേക്കാം. അതിനാൽ എല്ലാവരും കാത്തിരിക്കണം. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം സ്ത്രീ സുരക്ഷാ സ്കീം പ്രകാരമുള്ള 1000 രൂപയുടെ വിതരണവും ഉടനുണ്ടാകും. ഏപ്രിൽ മാസത്തിലെ കുടിശ്ശികയും ചേർത്താണ് തുക വിതരണം ചെയ്യുക. BPL റേഷൻ കാർഡുള്ള 35-നും 60-നും വയസ്സുള്ള ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഇതിൽ അർഹതയുള്ളത്. ഇതുവരെ അപേക്ഷിക്കാത്തവർക്കായി പുതിയ അപേക്ഷകർ സമർപ്പിക്കാം. വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരും ജൂൺ മാസം 30-നകം അത് സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവിപണിയിലെ വിലകയറ്റം തടയുന്നതിനായി സപ്ലൈകോ പ്രത്യേക ബക്രീദ് ഉത്സവകാല കിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിപണിയിൽ 1101 രൂപ വില വരുന്ന 10 അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് വെറും 850 രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കും. APL BPL വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത് വാങ്ങാം. മെയ് 26 വരെ മാത്രമായിരിക്കും ഈ കിറ്റുകൾക്ക് സപ്ലൈകോ സ്റ്റോറുകളിൽ ലഭ്യമാകുക. കിറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവ 3 കിലോ ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ, 1 കിലോ അപ്പം പൊടി, 250 ഗ്രാം ചായപ്പൊടി കൂടാതെ വിവിധ ഇനം മസാലപ്പൊടികൾ എന്നിവ ലഭിക്കും. മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഭവന പുനരുദ്ധാരണത്തിനുള്ള ധനസഹായം, കഴിഞ്ഞ വർഷം വിവാഹം കഴിഞ്ഞ പെൺമക്കളുടെ രക്ഷിതാക്കൾക്കുള്ള വിവാഹ ധനസഹായം, വിവിധ സ്കോളർഷിപ്പുകൾ എന്നിവരുടെ ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് പരിശോധിക്കാം. ഈ വരുന്ന ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന വിവിധ PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നവംബർ 30 വരെ നീട്ടാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതിനെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില 2 തവണ വർദ്ധിപ്പിച്ചു. ഇതിന്റെ തുടർച്ചയായി ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയും ഉടൻ വർദ്ധിപ്പിച്ചേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഉയർന്ന സ്വർണ്ണ വിലയിൽ കുറവ് രേഖപ്പെടുത്തി വെള്ളിയാഴ്ച പവന് 320 രൂപ കുറഞ്ഞ് 16,960 രൂപയായി. വരും മണിക്കൂറിലെ അറിയിപ്പുകൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.